إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അള്ളാഹു അവൻ്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ അനവധി കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലതെല്ലാം നമ്മൾ എക്കാലവും ഓർമ്മിക്കും, ചിലത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് കാലക്രമേണ അത് മാഞ്ഞു പോവുകയും അത് മറക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. വാപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സന്താനങ്ങളുടെയും ഒക്കെ വേർപാട് എക്കാലവും നമ്മുടെ മരണം വരെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ സമയവും നമ്മൾ ഓർക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. നമ്മൾ അപകടത്തിൽപ്പെട്ടതും അതേപോലെ കച്ചവടം, കൃഷി തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം നഷ്ടമോ ലാഭമോ ഒക്കെ ഉണ്ടായതൊക്കെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യും. എന്നാൽ വിശ്വാസിലെ ഈ ലോകത്തിനും ലോകർക്കും സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ഉസീബ അഹദുകും ബി മുസീബത്തിൻ, നിങ്ങൾക്ക് വല്ല മുസീബത്തും, നിങ്ങൾക്ക് വല്ല വിഷമവും പ്രയാസവും ബാധയും അഥവാ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് ബാധിച്ചാൽ ഫലിയദ്കുർ, അവൻ ഓർക്കട്ടെ, മുസീബത്തഹു ബി, ഞാനുമായി ബന്ധപ്പെട്ട മുസീബത്ത് ഓർക്കട്ടെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ച് ആലോചിക്കാനാണ് പറയുന്നത്. ഫൈനഹ അഅലമുൽ മസാഇബി ഇൻദഹു, അതവൻ ഏറ്റവും, അവന്റെ മുസീബത്തുകളിൽ, അവന് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് എന്ന് പറയുന്നത്.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് എന്ന് പറയുന്നത് അത് വലിയ നഷ്ടമാണ്. കാരണം വഹി നിലക്കുകയാണ്. ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിലെ സ്വഹാബികളെല്ലാം ദുഃഖിക്കുകയും കരയുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാതെ വാളൂരി ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് പറയുന്നത്, അയാളെ കൊല്ലുമെന്ന് പറഞ്ഞു അല്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിന് ശേഷം പിന്നീട് ബാങ്ക് കൊടുക്കാനേ വിഷമമുണ്ടായി, പ്രയാസമുണ്ടായി എന്ന് പറഞ്ഞു. ഉമ്മു ഐമനെ പോലെയുള്ള ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർത്ത് കരഞ്ഞത് നമുക്ക് ഹദീസുകളിലൊക്കെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉമ്മു ഐമനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ അരികിൽ ചെന്നപ്പോൾ അവർ പ്രവാചകനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാണ്. അപ്പോൾ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉമ്മു ഐമനോട് ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക് വമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി, എന്തിനാണ് താങ്കൾ കരയുന്നത് അല്ലേ? അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും ഖൈറായത് അള്ളാഹുവിന്റെ പ്രവാചകന് ലഭിക്കുകയല്ലേ ചെയ്യുന്നത്, എന്തിനാണ് പിന്നെ കരയുന്നത്? അവിടെ ഉമ്മു ഐമൻ പറയുന്ന മറുപടിയുണ്ട്, ഞാൻ കരയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വേർപാടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രമല്ല. കാരണം അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ, പ്രവാചകന്റെ വേർപാടോടുകൂടി വഹി ആകാശത്ത് നിന്ന് നിലച്ചു, പിന്നെ വഹി ഇനി വരികയില്ല അല്ലേ. അത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ഉമ്മു ഐമൻ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കരഞ്ഞു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2454 ഹദീസിൽ പ്രിയപ്പെട്ടവരെ കാണുന്നുണ്ട്. ഇനി നമ്മളൊക്കെ ആലോചിക്കുക, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ച് നമ്മൾ വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു, വ്യത്യസ്തമായ തീയതികൾ, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാസങ്ങളിൽ തന്നെ 4 മാസങ്ങളാണ്, വ്യത്യസ്തമായ മാസങ്ങളെ കുറിച്ച് ചർച്ചയുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച തീയതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിക്കവാറും എല്ലാവരും ഏക അഭിപ്രായക്കാരാണ്. റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചത് എന്നാണ് പറയുന്നത്. എങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റബീഉൽ അവ്വൽ 12 നമ്മുടെ നാടുകളിൽ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തുകൊണ്ട് കരയുന്ന ഏതെങ്കിലും മനസ്സുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരു വിഷയം നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ നാട്ടിലുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പറയും. ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളെ പ്രവാചകനെ കുറിച്ച് ഓർക്കുകയോ കരയുകയോ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു അല്ലെ. ആളുകൾക്ക് വിവിധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, റോഡുകളിൽ ജാഥ നടത്തി, അതിൻ്റെ അപ്പുറത്ത് ദഫുകളുടെ അകമ്പടിയോടുകൂടി ഡാൻസ് കളിച്ച്, വലിയ മ്യൂസിക്കുകളോടുകൂടി കുട്ടിയും പാടിയും, അതിൻ്റെ അപ്പുറത്ത് ഒരു വേള ഇസ്ലാമിക മര്യാദകൾ പോലും കാണാൻ പറ്റാത്ത വിധം ഇസ്ലാമിന് അന്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-നും അങ്ങനെയാണ് കണ്ടത്. ഏത് വരെ എന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾക്കു നേരെ സെല്യൂട്ട് അടിച്ചുകൊണ്ട് പോലും ആ പ്രവാചകനോടുള്ള ഇഷ്ടമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളടക്കം നമ്മൾ കണ്ടു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃകയുള്ളതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേർപിരിഞ്ഞു പോയ സന്ദർഭം, അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൊക്കെ ഈമാനുള്ള മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമുക്ക് വലിയ മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്ർ ഇറങ്ങിയപ്പോൾ പല സ്വഹാബികളും കരഞ്ഞിട്ടുണ്ട്. അവിടെ
അള്ളാഹുവിന്റെ റസൂലിന് വിജയവും സഹായം കിട്ടിയാല് ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് കണ്ടാൽ 3 കാര്യമാണ് പ്രവാചകനോട് പറയുന്നത്. ഫസബ്ബിഹ്, നീ തസ്ബീഹ് നടത്തണം, സുബ്ഹാനല്ലാഹ് പറയണം. അതേപോലെ തന്നെ ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അൽഹംദുലില്ലാഹ് എന്ന വാചകം നീ പറയണം. വസ്തഗ്ഫിർഹു, നീ പാപമോചനം തേടണം. അസ്തഗ്ഫിറുല്ലാഹ്, അതും നിന്റെ ഭാഗത്തുണ്ടാവണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് റസൂലിന്റെ വേർപാടിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്നാണ് സ്വഹാബികൾ വിലയിരുത്തിയത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനുശേഷം റുകൂഇനും സുജൂദിനും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന ആ 3 ആശയവും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അധിക സമയവും പ്രവാചകന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് അതിനുശേഷം ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അറിയില്ല നമ്മുടെ വേർപാട് എപ്പോഴാണെന്ന്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രവാചകനെ വേർപിരിയാനുള്ള അടയാളങ്ങളും അതിനുള്ള അന്വേഷണങ്ങളും ഒക്കെ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതറിയില്ല. അതുകൊണ്ട് ഏത് സമയവും അള്ളാഹുവിനെ സ്തുതിക്കുവാനും അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുവാനും പാപമോചനം തേടുവാനുമുള്ള ശ്രദ്ധയും ജാഗ്രതയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകൻ എന്നുള്ള വലിയൊരു മാതൃകയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തുടരെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ജിബ്രീൽ പ്രവാചകന്റെ അരികിൽ വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീകൾ നൽകുകയും ചെയ്തിരുന്നു എന്ന് പ്രവാചകന്റെ വേർപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. എല്ലാ റമദാനിലും പ്രവാചകന് 10 ദിവസമാണ് ഈത്തികാഫിരുന്നതെങ്കിൽ പ്രവാചകൻ വേർപിരിഞ്ഞ വർഷത്തിൽ പ്രവാചകന് റമദാനിലെ 20 ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തികാഫിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ജിബ്രീൽ ഒരു പ്രാവശ്യം വിശുദ്ധ ഖുർആൻ എല്ലാ റമദാനിലും ഇറങ്ങി അത്രയും ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഓദിപ്പിക്കുകയും പ്രവാചകന്റെ ഹിഫ്ള് പരിശോധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രവാചകൻ വേർപിരിഞ്ഞ വർഷത്തിൽ 2 തവണയാണ് പ്രവാചകന്റെ മനഃപ്പാഠം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശോധിച്ചത്. ഹജ്ജിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വഹാബികളോട്, ഖുദു അന്നീ മനാസികകും, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം. ഈ വർഷത്തിന് ശേഷം ഹജ്ജ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നൊരിക്കലും എനിക്കറിയില്ലെന്ന് പ്രവാചകന്റെ വേർപാടിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകൻ പറഞ്ഞില്ലേ, വല്ലാഹി വല്ലാഹി അല്ലാഹുവാണ് സത്യം ജനങ്ങളെ, ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ മകാനി ഹാദാ, ഈ സ്ഥലത്ത് വെച്ച് ഈ ദിവസത്തിൽ നിങ്ങളെ ഇനി ഞാൻ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉപദേശങ്ങളുടെ പെരുമഴയായിരുന്നു പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കാൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിരുത്തി പ്രവാചകൻ കൂടെ നടന്നുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരോട് യമനിൽ ചെന്നുകൊണ്ട് എന്തൊക്കെയാണ് പറയേണ്ടത്, ഏതാണ് ആദ്യം പറയേണ്ടത്, പിന്നീട് എന്താണ് പറയേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോ മുആദിനോട് അവസാനമായി പ്രവാചകൻ പറയുന്നുണ്ട്, യാ മുആദ് ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹാദാ ഔ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ ഔ ഖബരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലയോ മുആദേ, ഒരുപക്ഷെ അടുത്ത വർഷം എന്നെ കണ്ടുമുട്ടാൻ നിനക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നീ സഞ്ചരിക്കുന്നത് എന്റെ പള്ളിയുടെ അരികിലൂടെയോ അല്ലെങ്കിൽ എന്റെ ഖബറിന്റെ അരികിലൂടെയാണ് നീ സഞ്ചരിക്കുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്നുണ്ട്. ആ സമയത്ത് മുആദ് കരഞ്ഞു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ തന്നെയും പ്രവാചകന്റെ വേർപാടിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അയ്യൂതിയഹു മിൻ സഹറത്തി ദുനിയ മാശാ വബൈന മാ ഇൻദഹു ഫഖ്താര മാ ഇൻദഹു. പ്രവാചകൻ പറയുന്ന ഒരു അടിമയ്ക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ളതും ഈ ദുനിയാവും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നൽകി. അപ്പോൾ ഫഖ്താര മാ ഇൻദഹു, ആടിമ തെരഞ്ഞെടുത്തത് അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആടിമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആൻ വചനത്തിലെ മുന്നറിയിപ്പുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന്.
ഇങ്ങനെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ വേർപാടിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലും അതിന്റെ അപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ രംഗത്തും നമുക്ക് മാതൃകയുള്ളതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് വിശ്വാസികളെ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ തസ്ബീഹ്, തഹ്മീദ്, ഇസ്തിഗ്ഫാർ എന്നിവ വർദ്ധിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസ്സ ഇറങ്ങിയപ്പോ 3 കാര്യമാണ് പ്രവാചകനോട് പറഞ്ഞത്. ഒന്ന്, പ്രവാചകനോട് പറയുന്നത് സുബ്ഹാനല്ലാഹ് പറയാനാണ്. രണ്ടാമത് പറയുന്നത് അല്ലാഹുവിനെ സ്തുതിക്കാനാണ്. മൂന്നാമത് പാപമോചനം തേടാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അതാണ് നിസ്കാരത്തിലെ സുജൂദിലും റുകൂയിലും പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പറഞ്ഞത്. അവസാന കാലത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു എത്രേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പ്രവാചകൻ ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പ്രവാചകൻ ആവർത്തിക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും എപ്പോഴാണ് വേർപാട് എന്ന് പറയാൻ സാധ്യമല്ല. ഇന്നലെ നോക്കൂ നിങ്ങളെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ക, അങ്ങാടിപ്പുറത്തുള്ള ഒരു മുഹമ്മദ് ക, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു മരം മുറിക്കുന്ന പണിക്കാരുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ആ മരത്തിന്റെ കൊമ്പ് വീണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്ന് 7 മണിക്ക് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ചിട്ടില്ല. ആരോഗ്യവാനായ നല്ല പിന്നെ ദീനീ രംഗത്തൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു പ്രായമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അറിയില്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേർപാട് എപ്പോഴാണെന്ന്. പ്രവാചകന് മുന്നറിയിപ്പ് കിട്ടിയെങ്കിൽ എനിക്കും നിങ്ങൾക്കും മുന്നറിയിപ്പില്ല. അതുകൊണ്ട് സദാസമയം നമ്മുടെ നാവുകളിൽ സുബ്ഹാനല്ലാഹ് ഉണ്ടാവണം, അൽഹംദുലില്ലാഹ് ഉണ്ടാവണം, അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ടാവണം. ആ കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കബറിടങ്ങൾ സന്ദർശിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിന്റെ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലേക്ക് പുറപ്പെടുകയും അവിടെയുള്ള ശുഹദാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരിച്ചു വന്ന ശേഷം പ്രവാചകൻ മിമ്പറിൽ കയറി പ്രവാചകന്റെ വേർപാടിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ അതിനുശേഷം ബഖീഉൽ ഖർഖദിലേക്ക് പല സ്വഹാബികളെയും മറമാടപ്പെട്ട മദീന പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബഖീഉൽ ഖർഖദിലേക്ക് പോവുകയും ഒരു ദിവസം രാത്രി പോയി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തത് പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ എത്രയോ പ്രിയപ്പെട്ടവരെ പള്ളി ശ്മശാനങ്ങളിൽ ആരുടെയുണ്ടെങ്കിൽ വിശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ കബറുകൾ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും അവരെ കുറിച്ച് അതിന്റെ അപ്പുറത്ത് മരണത്തെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുവാനും സദാസമയം ഒരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുന്നതിന്റെ ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബഖീഉൽ ഖർഖദിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിയിൽ വെച്ച് പനിയും ക്ഷീണവും അനുഭവപ്പെടുകയും നേരെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഭാര്യമാരുടെയും വീടുകളിലൂടെ കയറിയിറങ്ങിയതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് എല്ലാ ഭാര്യമാരോടുമായി, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ് എന്ന്. ഭാര്യമാർക്കിടയിൽ തുല്യമായി നീതി പാലിച്ച പ്രവാചകന് എവിടെയാണ് എന്റെ ഊഴം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത് ചെറുപ്പക്കാരിയായ തനിക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചു തരാൻ ശേഷിയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഭാര്യമാരത് മനസ്സിലാക്കുകയും എല്ലാ ഭാര്യമാരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ താമസം തുടങ്ങുകയും ചെയ്തതിന്റെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എല്ലാ ഭാര്യമാർക്കിടയിലും തുല്യ നീതി പാലിച്ചുകൊണ്ടാണ് പ്രവാചകൻ മുന്നോട്ട് പോയത്. ഇനി മാത്രമല്ല, ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. രോഗം ശക്തമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ മുഴുവനും ഒരു പുതപ്പിട്ട് ഇങ്ങനെ മൂടുകയാണ്.
മുഖമടക്കം മൂടിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇടയ്ക്ക് ബോധം പോകും. പ്രവാചകന് ബോധം തിരിച്ചു വരുമ്പോ പ്രവാചകൻ പറയുന്ന വാചകമുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അതേ, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധന സ്ഥലമാക്കിയിരിക്കുന്നു എന്നാണ്. ഖാതലല്ലാഹുൽ യഹൂദ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു ജൂതന്മാരെ നശിപ്പിക്കട്ടെ, അവർ അവിടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാലയമാക്കിയിരിക്കുന്നു. അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വസനി യുഅബദ്. നാദാ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തജിൽ ഖബരി ഈദ. എന്റെ ഖബറിടത്തെ ആ ഒരു ഉത്സവത്തിന്റെ കേന്ദ്രമാക്കരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ പ്രവാചകൻ അത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സഹായിച്ചവരോട് സ്നേഹവും കരുണയും നിലനിർത്താൻ പ്രവാചകൻ ഉപദേശിക്കുന്നുണ്ട്. പ്രവാചകനെ സഹായിച്ചവരാണ് അൻസാറുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവിതത്തിൽ ശക്തി പകർന്നവരാണ് മുഹാജിറുകൾ. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹമുള്ളവരായി തീരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറിയ സൂറത്തുകൾ മുഅവ്വിദാത്തുകൾ ഓതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ആയിഷ റളിയല്ലാഹു അൻഹ തടവിക്കൊടുക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. നമസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ആളുകളെ ഉപദേശിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗബാധിതനായിട്ടും 11 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഇമാമായി നിന്നത്. 13 ദിവസമാണ് പ്രവാചകന് രോഗബാധിതനായത്. 11 ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം നിന്നുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 17 വക്ത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നോക്കുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയം 4 ദിവസം മുമ്പ് മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇശാ നമസ്കാരത്തിന് പോവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിക്കുന്നില്ല. പ്രവാചകനെ രോഗം മൂർച്ഛിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ബാങ്ക് കൊടുത്ത് അത് കേട്ട് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അസ്സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇല്ല റസൂലേ, ഹും യന്തളിറൂന യാ റസൂലല്ലാഹ്, അവർ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കാണ്. ഒതുവെടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. പ്രവാചകൻ ഒതുവെടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനാകുന്നു. വീണ്ടും ബോധം വരുമ്പോൾ റസൂൽ ചോദിക്കുന്നത്, ജനങ്ങളെ ഇശാ നമസ്കാരം നിർവഹിച്ചോ? ഇല്ല റസൂലെ, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വീണ്ടും ഒതുവെടുക്കാൻ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവെടുക്കുന്ന ബോധരഹിതനാകുന്നു. വീണ്ടും അത് ആവർത്തിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം ബോധം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ജനങ്ങൾ ഇശാ നമസ്കരിച്ചോ എന്നാണ്. ഇല്ല പ്രവാചകരെ, അവർ താങ്കളെ കാത്തിരിക്കാണ് എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നേതൃത്വം കൊടുക്കാൻ ആവശ്യപ്പെടുകയും ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, എന്റെ വാപ്പ ദുർബലനാണ്, ആ ഇമാമ് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ താങ്കൾ ഉണ്ടായിരിക്കെ ഇമാമ് നിൽക്കാൻ സാധിക്കില്ല എന്റെ വാപ്പയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഗൗരവത്തോടു കൂടി, നിങ്ങൾ യൂസുഫ് നബിയെ പിഴപ്പിച്ച വിഭാഗമാണ്, അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ ഉണ്ടാവേണ്ടതില്ല എന്ന രീതിയിൽ പ്രവാചകൻ തിരിച്ചത് നമുക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം. പള്ളികൾ യഥേഷ്ടമുണ്ട്, സമയങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ കൃത്യതയുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അവസാന സന്ദർഭത്തിലും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന 3-ാം അധ്യായത്തിലെ 102-ാമത്തെ ആയത്ത് ഓതി പ്രവാചകൻ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. സന്ദർശിക്കുന്ന സ്വഹാബിമാരോട് സ്വഭാവ പെരുമാറ്റ മര്യാദകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദാനത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 9 ദീനാർ മാത്രമാണ് പ്രവാചകന്റെ വീട്ടിൽ അവസാനമായി ഉള്ളത്. അതും പ്രവാചകൻ ദാനം ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുനിന്ന് വേർപിരിയുന്നത്. അവസാനം അഭിമാന പ്രശ്നങ്ങളും കടമിടപാടുകളും ശാരീരികമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പ്രവാചകൻ നോക്കുകയാണ്.
ഇബ്നു അബ്ബാസിനോട് കൈപിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മിമ്പറിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിരുന്ന് ഹംദും സ്വലാത്തും പറഞ്ഞ് പ്രവാചകൻ പറയുന്ന വാചകങ്ങൾ പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അയ്യുഹന്നാസ് അലാ ഇന്നഹു ഖദ് ദനാ മിന്നി ഹുഖൂഖും മിൻ ബൈനി അൽഹുരിക്കും. ഇതാ എന്നിൽ നിന്ന് വല്ല അവകാശവും നിങ്ങൾക്ക് ജനങ്ങളെ തരാനുണ്ട് എങ്കിൽ ഇതാ ആ അവകാശങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കണം. ആ അവകാശങ്ങൾ നൽകാൻ ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്ന് വീണ്ടും പറയാണ്, ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്ത് ഉണ്ട് എങ്കിൽ ഇതാ എന്റെ അഭിമാനം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതിന് നിങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കാൻ ഇതാ ഞാൻ അവസരം നൽകുകയാണ്. ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് പരിഹാരം ഇതാ എന്റെ മുതുകെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് വേദനിപ്പിച്ചവരോട് പകരം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവസാനം സ്വഹാബികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാനും നിങ്ങളും ഒന്ന് ആത്മാർത്ഥമായി ചോദിക്കുക, നമ്മൾ പരിഹസിച്ചവര്, നമ്മൾ കുത്തുവാക്ക് പറഞ്ഞവര്, നമ്മൾ കളിയാക്കിയവര്, നമ്മൾ വേദനിപ്പിച്ചവര്, ഒരു പക്ഷേ നമ്മുടെ പെരുമാറ്റം കൊണ്ട് മാനസികവും ശാരീരികവുമായി വേദന അനുഭവിച്ചവര് എത്രയോ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്നു. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മുറ്റത്തോ നമ്മുടെ പള്ളിയുടെ മുമ്പിലോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ മുതുകെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മുതുകിൽ ഒരുപാട് അടികൾ വരാനുണ്ടാകും. ആരുടെയെങ്കിലും അഭിമാനത്തിന് ഞാൻ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ അഭിമാനത്തിന് നിങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുണ്ടാകും. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊക്കെ കൊണ്ടാണ് ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ അമലുകൾ അവർക്കൊക്കെ വീതിച്ചു കൊടുത്ത് മുന്നോട്ട് പോവേണ്ടി വരും നാളെ പരലോകത്ത്. അതില്ലാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല, ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല, ആരുടെയും അഭിമാനത്തിന് പ്രവാചകൻ ക്ഷതമേൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നൊരു വാചകമുണ്ട്, അല്ല അറിയണം നിങ്ങൾ, ലായഖൂലന്ന റജുലുന് ഒരാളും പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നി അഖ്ശശ്ശഹനാ മിൻ ഖബലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്ക് ഒരു വിഷമമുണ്ട്, ഒരു പ്രയാസമുണ്ട് എന്ന് നിങ്ങളാരും പറയാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് പ്രവാചകനോട് അതിയായ വെറുപ്പുണ്ടെന്ന് ഒരാളും പറയാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കൊരാളോടും വെറുപ്പില്ലെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ വേർപിരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, പുഞ്ചിരിയോടുകൂടിയാണ്. ചിരിക്കാൻ മടിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. കൂടെ കഴിയുന്നവരോട്, വീട്ടുകാരോട്, അയൽവാസികളോട്, സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പുഞ്ചിരിക്കാൻ മടി കാണിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച തിങ്കളാഴ്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രവാചകന് വീടിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മരങ്ങനെ വിരിങ്ങനെ മാറ്റിക്കൊണ്ട് പ്രവാചകന് സ്വഹാബികളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. അവസാനത്തെ പുഞ്ചിരിയാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകന്റെ അധ്യാപനം അതാണല്ലോ, പ്രവാചകൻ അതാണല്ലോ പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാഖ ബിവജ്ഹിൻ തലീഖ്. പുണ്യങ്ങളിൽ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും എന്താണ്. പ്രിയപ്പെട്ടവരെ, ആരെയാണ് പ്രവാചകൻ നോക്കുന്നത്? ആരെയാണ് പ്രവാചകൻ കാണുന്നത്? ആരോടാണ് പ്രവാചകൻ പുഞ്ചിരിക്കുന്നത്? അതേ അഭയം നൽകിയ അൻസാറുകളാണ്. അതേപോലെ തന്നെ രക്ഷിക്കാൻ ഉഹുദിൽ മതിൽ തീർത്ത സ്വഹാബികളാണ് പ്രിയപ്പെട്ടവരെ. അതിന്റെ അപ്പുറത്ത് പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകൾക്ക് ശരീരം കാണിച്ചു കൊടുത്തവരാണ്. അതിന്റെ അപ്പുറത്ത് യുദ്ധക്കളങ്ങളിൽ പ്രവാചകന് ശക്തി പകർന്നവരാണ്. കയ്യും കാലും നഷ്ടപ്പെട്ടവരാണ്. പ്രവാചകന്റെ ഇടതും വലതും മുന്നിലും പിന്നിലും പ്രവാചകന് താങ്ങും തണലുമായി മുന്നോട്ട് പോയ ആ സ്വഹാബികളെ നോക്കിയാണ് അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭാര്യയെ നോക്കി പുഞ്ചിരിക്കാൻ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ, നമുക്ക് വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട ഉമ്മയോടും വാപ്പയോടും ഒന്ന് പുഞ്ചിരിക്കാൻ, നമ്മുടെ സ്നേഹനിധികളായ മക്കളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
അവസാനിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് വേദന അനുഭവിക്കുന്നത് പറയുന്നുണ്ട്. മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകവും അതാണ്. പ്രവാചകൻ ഒരു ജൂത സ്ത്രീയെ കൊടുത്ത വിഷം പുരട്ടിയ ആ മാംസമുണ്ടായിരുന്നു. റസൂൽ പറയുന്നുണ്ട്, ആ ജൂത സ്ത്രീ തന്ന മാംസത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ അനുഭവിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. അല്ലാഹുവിന്റെ റസൂല് വിഷമിക്കുന്നത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ച അങ്ങനെയുള്ളൊരു വിഷമിക്കുന്നത് ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് ഫാത്തിമ എന്ന മോള് വന്ന് പറയുന്നുണ്ട്. വാഖർ ബാബ, എന്റെ വാപ്പയുടെ ഒരു വിഷമം, എന്റെ വാപ്പയുടെ ഒരു ബുദ്ധിമുട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ അലാ ബിക കർബുൻ ബഅദൽ യൗം, മോളെ ഇന്നത്തേതിനു ശേഷം നാളെ നിന്റെ വാപ്പാക്ക് ഒരു വിഷമവുമില്ലെന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോൽസഞ്ചിയിൽ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് പ്രവാചകൻ എന്താണ് കൈയിങ്ങനെ മുക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തണുത്ത വെള്ളം കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പ്രവാചകനത തടവുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആവർത്തിച്ച് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല. മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. അല്ലാഹുവേ, ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കൈകളും താഴേക്ക് വീണു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വാചകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വേറെ പിരിയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം, വറഹംനി എന്നോട് കരുണ കാണിക്കണം, വൽഹിഖ്നി ബിറഫീഖിൽ അഅല ഉന്നതങ്ങളിലെ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണം, ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രവാചകൻ വേർപിരിയുന്നു. അവസാനവും മിസ്വാക്ക് ചെയ്ത് വൃത്തിയോടുകൂടി അല്ലാഹുവിലേക്ക് മടങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വാചകത്തിൽ കാണുന്നുണ്ട്. എന്റെ ഉമിനീരും റസൂലിന്റെ ഉമിനീരും ചേർന്ന നിമിഷമായിരുന്നു അത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ആയിഷയുടെ സഹോദരൻ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കൊള്ളി കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, മിസ്വാക്ക് ചെയ്യണോ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയാട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ അറാഖിന്റെ കൊള്ളി ആയിഷ റളിയല്ലാഹു അൻഹ വായിലിട്ട് അതിങ്ങനെ കടിച്ച് ചതച്ച് അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്ന രംഗമാണ് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രവാചകനിൽ ഒരുപാട് രംഗങ്ങൾ കാണുന്നുവെങ്കിൽ അത്തരം മാതൃകകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. ഏത് സമയത്തും നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അങ്ങനെ റബ്ബിലേക്ക് മടങ്ങാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ സർവശക്തനായ അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വലാഖിബത്തുൽ മുത്തഖീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത്. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളാണ്. ഒരുപാട് മാതൃകകൾ പ്രവാചകന്റെ അവസാന സന്ദർഭങ്ങളിലും നമുക്കുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വിശുദ്ധരായി ജീവിക്കാൻ സർവശക്തനായ അല്ലാഹു പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാ രംഗത്തും മാതൃകകൾ സ്വീകരിച്ച്
ആ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിന്ന് വന്നുപോയ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.